ഓണവുമായി ബന്ധപ്പെട്ട ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഉത്രാട ദിനത്തിലെ കാഴ്ചകുല സമർപ്പണം. നിരവധി പേരാണ് കാഴ്ചകുല സമർപ്പിക്കാൻ, ഭഗവാന് കാഴ്ചകുല സമർപ്പിക്കാൻ ഇന്ന് രാവിലെ മുതൽ എത്തിയത്. പ്രധാനമായും ചെങ്ങാലിക്കോടൻ കാഴ്ചക്കുലകളാണ് പ്രധാനമായും ഭഗവാന് സമർപ്പിക്കുന്നത്. രാവിലെ ശീവേലിക്ക് ശേഷം ക്ഷേത്രം കൊടിമരത്തിന് മുൻപിൽ മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരിയാണ് ആദ്യമായി ഭഗവാന് കാഴ്ചകുല സമർപ്പിക്കുന്നതിന് ശേഷമാണ് ദേവസ്വം ഭാരവാഹികളും പിന്നീട് ഭക്തർക്കും കാഴ്ചകുല സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായത്. ഈ കാഴ്ചകൾ സമർപ്പിക്കുന്ന കാഴ്ചകുലകളിൽ ഒരു പങ്ക് നാളെ നടക്കുന്ന തിരുവോണോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സദ്യയ്ക്ക് ഉപയോഗിക്കും. മറ്റൊരു പങ്ക് ആനകൾക്ക് നൽകുക. ഇതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. നൂറുകണക്കിന് പേർ മണിക്കൂറുകളോളം കാത്തുനിന്നാണ് ഗുരുവായൂരപ്പന് കാഴ്ചകുല സമർപ്പിക്കുന്നത്. തിരുവോണ ദിവസമായ നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ തോതിൽ സദ്യ ഉണ്ട്. വലിയ വിഭവങ്ങളോട് കൂടിയിട്ടുള്ള പഴപ്പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങളോട് കൂടിയുള്ള സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ലഭിക്കുന്ന കാഴ്ചകുലകളിൽ നിന്നൊരു പങ്കാണ് അതിന് ഉപയോഗിക്കുന്നത്. ഏതായാലും ഭക്തരുടെ വലിയ തിരക്ക് പ്രമാണിച്ചുകൊണ്ട് 1 മണിക്കൂർ ദർശന സമയം നീട്ടിയിട്ടുണ്ട്. തിരുവോണ ദിവസം വരെ, അത്തം മുതൽ തിരുവോണ ദിവസം വരെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ വലിയ തോതിലുള്ള പൂക്കളങ്ങൾ ഇട്ടിരുന്നു. അതിന് സമാപനം കുറിച്ചുകൊണ്ട് ഓണം മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് നാളെ തിരുവോണ നാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സദ്യ നടക്കുക. റിപ്പോർട്ടർ ജെയ്സൺ, തൃശ്ശൂർ.